ഈ കുറ്റവാളികളെ മറക്കരുത്. മിനാബിലെ സ്കൂളിൽ ബോംബിട്ട സൈനികരുടെ ചിത്രം പുറത്തുവിട്ട് ഇറാൻ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇസ്ലാമാബാദിൽ നിർണായക യോഗം. സൗദി, തുർക്കി, ഈജിപ്ത് വിദേശകാര്യമന്ത്രിമാർ പങ്കെടുക്കും. പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത് തന്നോടുള്ള വിശ്വാസം കാരണമെന്ന് പത്മജ വേണുഗോപാൽ. കേരളത്തിലെ എ ടീം BJP. സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റത്തിന് കാറ്റുവീശുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ മോദി. സത്യത്തെ ആരാണ് ഭയക്കുന്നത്? എനിക്ക് ഭയമില്ല. അതിജീവിതമാരുടെ പരാതിയിൽ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. മുഖ്യമന്ത്രി നുണറായി. സംവാദത്തിന് വെല്ലുവിളിച്ച് VD സതീശൻ. 10 വർഷത്തെ ഇടതുഭരണം കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടം. UDF 100 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും രമേശ് ചെന്നിത്തല. BJP ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. അവർ കലാപം സൃഷ്ടിക്കുന്നുവെന്ന് മമതാ ബാനർജി. നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലും അമേരിക്ക കരമാർഗമുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഊർജ്ജ പ്രതിസന്ധി. ശ്രീലങ്കയ്ക്ക് 38,000 മെട്രിക് ടൺ ഇന്ധനം നൽകി ഇന്ത്യ.